ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. അപ്പോൾ ഇതൊരു മിനി വ്ളോഗാട്ടോ. സൈഷേൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് പുലർച്ചെ 12 മണി വരെ നടന്ന ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ ഈ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാനും കനിമോളും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൈഷേട്ടന് അറിയാണ്ട് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഗിഫ്റ്റ് എത്തുന്നത് വരെയുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കെ ഇതേ ആൾ വിളിച്ചു കേട്ടോ. അപ്പം ഞാനും കനിമോളും കൂടി അത് കളക്ട് ചെയ്യാൻ വേണ്ടി താഴേക്ക് പോകുമായിരുന്നു. അപ്പോൾ കനിമോളും എൻ്റെ അതേപോലെ എക്സൈറ്റഡ് ആയിരുന്നു. ദേ സംഭവം എത്തിയിട്ടോ. ഈ വ്യക്തിയാണ് ചെയ്തതെന്ന് കേട്ടോ. റിഷ എന്നാണ് ആളുടെ പേര്. ആൾക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, പണിപ്പുര എന്നാണ്. ഇങ്ങനത്തെ റിലേറ്റഡ് എന്ത് വർക്ക് വേണമെങ്കിലും ആളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തു തരും. അപ്പോൾ ഇതാ ആളുടെ മോളും കനിമോളും കുറച്ച് നേരത്തേക്കെങ്കിലും കളിച്ച് കമ്പനി ആയിട്ടോ. അങ്ങനെ ആൾ തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ ബാക്കി പരിപാടിയിലേക്ക് കിടന്നു. ചെറിയ രീതിയിലൊരു അലങ്കാരപ്പടി അത്രയേ ഉള്ളൂ. അപ്പോൾ കയ്യിലുള്ള ബലൂണൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ സൈഷേട്ടൻ വരുമ്പോൾ അത് അറിയാനും പാടില്ല. അതുകൊണ്ട് എല്ലാം വീർപ്പിച്ച് സെറ്റാക്കി അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. അപ്പോൾ ആ പരിപാടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ അപ്പുറത്ത് കനിമോളും ഉണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കനിമോളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കലാട്ടോ. കാരണം ഇങ്ങനത്തെ എന്ത് സർപ്രൈസ് പ്ലാൻ ചെയ്യുകയാണെങ്കിലും കനിമോളടുത്ത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അവൾ മറ്റേ മിഥുനം സിനിമയിൽ നമ്മൾ പറയില്ലേ, തേങ്ങ ഇപ്പം പൊട്ടിക്കും ഞാനിപ്പോൾ പൊട്ടിക്കുമെന്ന് പറയണ പോലെ അവളെന്നോട് ഞാനിപ്പോൾ പറയുന്നത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യലായിരുന്നു രാത്രി കിടക്കണ വരും. പക്ഷേ ശിവ എന്നൊരു അക്ഷരം അവളെ വായിന്ന് വന്നിട്ടേ ഇല്ല. എന്നാൽ എൻ്റെ അടുത്ത് വന്ന് വെറുതെ വന്ന് മമ്മിയെ ഞാൻ ഡാഡിനോട് പറഞ്ഞു കൊടുക്കാൻ പോകാട്ടോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആളെ കുറേ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഓക്കെ ആക്കി എടുക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സൈഷേട്ടൻ കാണാണ്ടെയും അറിയാണ്ടെയും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. സൈഷേട്ടൻ വന്ന ശേഷം പിന്നെ ഞങ്ങളൊരു ഈവനിങ് വാക്കിന് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ സിത്ര കോർണിഷിലേക്കായിരുന്നു പോയിരുന്നത്. അച്ഛനും അമ്മയും നടത്തം തുടങ്ങി. ഞാൻ അവരെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു. സൈഷേട്ടനും മോളും നേരെ പാർക്കിലോട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടത്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഞാനിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം നമ്മളൊന്ന് റിലാക്സായി നമ്മളിങ്ങനെ ഏതോ ലോകത്തേക്കൊക്കെ ഒന്ന് പോകാറില്ലേ, അങ്ങനെ ആയി പോകട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്നാൽ മതി. ഭയങ്കര കാമാണ്. നീ കണ്ടില്ലേ മൂന്നൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു അറിയുന്നില്ല കാണാൻ. അങ്ങനെ എൻ്റെ നടത്തം കഴിഞ്ഞ് ഞാൻ ഡാഡീനെയും മോളെ അടുത്തേക്ക് പോയി നോക്കിയതാട്ടോ. എന്നെ കണ്ട ഉടനെ കനിമോൾ ഓടി വരുന്നത് കണ്ടോ. കുറേ നാളിന് ശേഷം എന്നെ കാണുന്ന പോലെ അവളെ എപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടി വരിക കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടത്തൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ച് നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരമായപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോയ ശേഷമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കലായിരുന്നു കേട്ടോ. ഇന്നലത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മ ഉഴുന്നുവട ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അമ്മയുടെ വക ഉഴുന്നുവടയും എൻ്റെ അപ്പുറത്തെ പരിപാടി ദോശ ഉണ്ടാക്കലുമായിരുന്നു. അപ്പോൾ അടിപൊളി ഉഴുന്നുവടയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചുടാ ഉഴുന്നുവട, ഒന്നും പറയാനില്ല. എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഉഴുന്നുവട. അപ്പോൾ നന്നായി തട്ടി വിട്ടിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ അതിനുശേഷം ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഏകദേശം ഒരു 11:45 സീനാണ് കേട്ടോ. 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കിടന്നിട്ടൊറ്റ ഉറക്കം കിട്ടുന്നില്ല. ഒരു സുഖമില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ പല കള്ളത്തിലും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് എണീറ്റ് പോകുന്നത്. അപ്പം മെല്ലെ പമ്മി നടന്നാണ് ഓരോ കാര്യം ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ഫ്ലോറിൽ നല്ല ഒച്ച ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ നടക്കണതൊക്കെ റൂമിലേക്ക് അറിയും. അതുകൊണ്ട് മെല്ലെ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ തന്ന കവറാണെങ്കിൽ ഒച്ച ഉള്ളൊരു കവറും. അതിനൊക്കെ മെല്ലെ സാധനങ്ങളെടുത്ത് എല്ലാം സെറ്റാക്കിയ ശേഷം വേണം അച്ഛനെയും അമ്മേനെയും മോളെയും ഉണർത്താൻ. എന്നിട്ട് വേണം നമ്മുടെ ബർത്ത്ഡേ ബോയിനെ നമുക്ക് ഉണർത്താൻ അല്ലേ. അപ്പോൾ ആ പരിപാടിയിലായിരുന്നു കേട്ടോ ഞാൻ. എല്ലാവരെയും പോലെ തന്നെ എനിക്കും സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാട്ടോ. അത്രയും പ്രിയപ്പെട്ടവർക്കാണല്ലോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം കൂടി കാണുമ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറയും കേട്ടോ. അപ്പോൾ സൈഷേട്ടൻ കൂടി ആകുമ്പോൾ അത് പ്രത്യേക ഫീലാണ്. കാരണം എൻ്റെ കൂടെ കൂടിയ ശേഷമാണ് സൈഷേട്ടൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടും കിട്ടിയും തുടങ്ങിയെന്ന് പറയാറുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇതാണ് കനിമോള് കൊടുത്തത്, ഇതാണ് ഞാൻ ചെയ്യിച്ച വർക്ക് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ബർത്ത്ഡേ ബോയിനെ ഉണർത്താം അല്ലേ. ആളെ ഞാൻ പോയി തോണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
ആളിതാ വരുന്നത് കണ്ടാൽ അറിയാം. ആൾക്കിതൊന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പോൾ കണ്ടപ്പോൾ ഫസ്റ്റ് എന്നോട് ചോദിച്ചത് ഇതൊക്കെ നീ എങ്ങനെ ഒപ്പിച്ചെന്നുള്ളതാണ്. അതിനൊക്കെയുള്ള മറുപടി എല്ലാം കഴിഞ്ഞ് തരാൻ പറഞ്ഞിട്ട് അതുവരെ ക്ഷമയോടെ ഇരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിതിന് ശേഷം നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് നടന്നു. അങ്ങനെ നല്ലൊരു വിഷോടുകൂടി കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെ മറ്റൊരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനത്തെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാനും സൈഷനും മോളും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇത്തവണ അച്ഛനും അമ്മയും ഉണ്ടായതൊരു സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. അത് എത്ര തന്നെയായാലും അത് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തൊരു സന്തോഷം ഞാനിവിടെ പറയുകയാണെങ്കിൽ ഈ സർപ്രൈസുകൾക്കൊക്കെ അപ്പുറം എൻ്റെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വിഷ് ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. അവരുടെ അത്രയും വിലപ്പെട്ട സമയത്തൊന്നും ഒരു സമയം മാറ്റി വെച്ച് ഞങ്ങൾക്ക് ആ ഒരു വിഷ് തരിക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല കേട്ടോ, വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ആ വിഷുകൾക്കൊക്കെ ഒരുപാട് സ്നേഹം മാത്രമേ തരാനുള്ളൂ. സൈഷൻ്റെ എന്നീ സൈഡിൽ ഒരു ബിഗ് താങ്ക് യു ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്നല്ലേ, ഒരു പെർഫ്യൂമായിരുന്നു കേട്ടോ. എനിക്കും സൈഷനും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പെർഫ്യൂം. അപ്പം മൈൽഡായിട്ടുള്ള സ്മെല്ലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫ്യൂം നോക്കി ചൂസ് ചെയ്ത് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ. എന്നാലും സൈഷന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു, എനിക്കും ഇഷ്ടമായി കേട്ടോ എല്ലാം കൊണ്ടും. അങ്ങനെ ഇനി ഇന്നത്തെ പ്ലാന് ഈ ബർത്ത്ഡേക്കാരന് ഇഷ്ടപ്പെട്ട ഫുഡും പായസമൊക്കെ ഉണ്ടാക്കിയ ശേഷം വൈകുന്നേരം അമ്പലത്തിൽ പോകുന്നതാണ്. അപ്പം അത് കാണിച്ച് വെറുതെ പിന്നെയും ബോറടിപ്പിക്കേണ്ടല്ലോ വിചാരിച്ച് വ്ലോഗ് ഞാൻ ഇവിടെ നിർത്താൻ പോവാം കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു ബർത്ത്ഡേ വ്ലോഗ് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വ്ലോഗായിട്ട് കാണുന്നവരേക്ക് ബൈ.